द्विपरार्धकालविगतौ ईक्षांसि सृक्षात्मिकां बिभ्राणे त्वयि चुक्षुभे त्रिभुवनी भावाय माया स्वयं मायात खलु कालशक्तिरखिला दृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधु तस्या सहायक्रियाम् एवं च द्विपरार्धकालविगतौ ईक्षांसि सृक्षात्मिकाम् बिभ्राणे त्वयि चुक्षुभे त्रिभुवनी भावाय माया स्वयं मायात खलु कालशक्तिरखिला दृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधु तस्या सहायक्रियाम् एवञ्च द्विपरार्धकालविगता वीक्षां सिसृक्षात्मिकां बिभ्राणे त्वयि चुक्षुभे. ഭട്ടതിരിപ്പാട് ഭഗവാന്റെ ചില്ലീല കൊണ്ട് ഉണ്ടായ ഈ പ്രപഞ്ചത്തെ എങ്ങനെ നമുക്ക് വ്യക്തമാക്കി തരണു എന്ന് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കാം. ഭഗവാന്റെ നോട്ടം, ഭഗവാന്റെ ഒരു കടാക്ഷം എന്നാണ് പ്രത്യേകമായിട്ട് പറയണത്. ഈക്ഷാം സിസൃക്ഷാത്മികാം സ ഐച്ഛത ബഹുസ്യാം പ്രജായേയ ഇതി എന്ന് വേദങ്ങൾ പറയുന്നു. ഭഗവാൻ പ്രജകളുണ്ടാവട്ടെ, സൃഷ്ടി നടക്കട്ടെ എന്ന ബോധത്തോടെ ഒരു നോട്ടം, ഒരു പ്രേരക ശക്തി വിട്ടു. അതിന് കാലശക്തി എന്ന് പേരും കൊടുത്തു. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്നൊക്കെ. ഈക്ഷാം സിസൃക്ഷാത്മികാം, ഈ സിസൃക്ഷാത്മികയായ ഈക്ഷയെ, സൃഷ്ടി വേണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ നോട്ടത്തെ വിശദീകരിക്കുന്നുണ്ട്. അതുതന്നെ ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. യൽ ക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ എന്ന് മുൻപ് പറഞ്ഞതിനെ ഇവിടെ വിശദീകരിച്ചു തരാണ് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. ഭഗവാന്റെ നോട്ടം ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോരോ വസ്തുക്കളായിട്ട് എങ്ങനെ പരിണമിച്ചു എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ കൂടെ വ്യാഖ്യാനിക്കും. അതിനു മുൻപ് ഒരടിസ്ഥാനം നമുക്ക് കാട്ടിത്തരാണ് ഈ ശ്ലോകങ്ങളിൽ. ദ്വിപരാർദ്ധം എന്നാണ് ബ്രഹ്മാവിൻ്റെ കാലഘട്ടത്തിന് പേര്. അതിൽ പൂർവപരാർദ്ധോപക്രാന്ത അപരോധ്യ പ്രവർത്തത. രണ്ട് പരാർദ്ധകാലമുള്ള ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ ആദ്യ പരാർദ്ധത്തിലെ സൃഷ്ടിയുടെ തുടക്കം, ആദ്യത്തെ ബ്രഹ്മാവ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ സിസൃക്ഷാത്മികാം ഈക്ഷാം എന്ന വാക്കിൽ സൃഷ്ടി ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ ഭഗവാൻ ഒന്ന് നോക്കി. ആ നോട്ടം ഇതാ ചുക്ഷുഭേ ത്വയി, ക്ഷോഭത്തെ സൃഷ്ടിച്ചു. ഗുണസാമ്യങ്ങളുള്ള പ്രകൃതിക്ക് ഈ നോട്ടം ക്ഷോഭമുണ്ടാക്കി. ഇളകാതെ കണ്ട് കിടക്കുന്ന ജലപ്പരപ്പിലേക്ക് ഒരു ചെറിയ കല്ല് വീണാൽ അത് തരംഗമാലകളായിട്ടങ്ങനെ പ്രസരിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ ഈ നോട്ടത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത്. സിസൃക്ഷാത്മികയായ നോട്ടത്തിലൂടെ ഇതാ ക്ഷോഭം വന്നു. ആ ക്ഷോഭത്തിലൂടെ പ്രകൃതി സൃഷ്ടി സ്വാഭാവികമായിട്ട് നടന്നു. മായാതഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോഭിച. മായ എന്നാണ് ഭഗവാന്റെ ഈ നോട്ടത്തിന് പേര് പറഞ്ഞിട്ടുള്ളത്. മായാവിലാസഹസിതം എന്ന് ഇനി വിസ്തരിച്ച് പറയാൻ പോകുന്നുണ്ട്. ഭഗവാൻ ഒരു പുഞ്ചിരി, ഒരു കടാക്ഷം, ഒരു പുരികക്കൊടി കൊണ്ടുള്ള ചലനം, ഇത് മൂന്നും ഒപ്പം കഴിഞ്ഞു. അതിനാണ് ആദ്യം പറഞ്ഞ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണ് മായ എന്നുള്ള വിവരണം. അപ്പം ഭഗവാന്റെ നോട്ടത്തിലൂടെ, ഭഗവാന്റെ സൃഷ്ടി നടത്തണം എന്ന ഇച്ഛയോടെ ഉള്ള ആ നോട്ടം ഇതാ ക്ഷോഭമുണ്ടാക്കി. ആ ക്ഷോഭത്തിൽ നിന്ന് ചലനാത്മികമായിട്ടുള്ള
ഓരോന്നോരോന്നോരോന്നായിട്ട് ഇതാ ഉണ്ടാവാൻ പോകുന്നു. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാം. രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. ഈ സത്വരജസ് തമോ ഗുണങ്ങളാണ് ഈ സൃഷ്ടിയുടെ ചലനാത്മികതയ്ക്ക് അടിസ്ഥാനമായ കാരണം. അതിൻ്റെ വിശദീകരണങ്ങളാണ് ഇനി വരാൻ പോണത്. അപ്പോൾ ആദ്യം ഭഗവാന്റെ ക്ഷോഭം ഉണ്ടാക്കുന്ന നോട്ടം, ചില്ലീനതയിൽ ലയിച്ചിരിക്കുന്ന വസ്തുക്കൾ ചില്ലീലതയുടെ ചലനം കൊണ്ട് ഓരോന്നായി ഉണ്ടാകുന്നത്, അത് ഏത് ക്രമം അനുസരിച്ച് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങളിലൂടെ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരും.